ഹലോ വെൽക്കം ടു ലൈക്ക് ബഗെയിൻ വില്ല. വേളാങ്കണ്ണി പോണ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാവരും കണ്ടു കാണും. എപ്പോൾ വേളാങ്കണ്ണി പോയാലും നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് പോവാം, എങ്ങനെ താമസ സൗകര്യം കണ്ടെത്താം ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, സ്പെഷ്യലാണ്. കാരണം ഹാപ്പിനെസ് വോയേജ് എന്ന് പറയുന്ന നമ്മളുടെ സ്വന്തം ട്രാവൽ കമ്പനിയുടെ ആദ്യത്തെ വേളാങ്കണ്ണി ട്രിപ്പാണിത് കേട്ടോ. ഒരു പിൽഗ്രിമേജ് നമ്മൾ ഫസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏപ്രിലിൽ പോകാൻ വേണ്ടി ഫെബ്രുവരിയിൽ ടിക്കറ്റ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് സീറ്റ് കിട്ടും, കൺഫേം ആയി കിട്ടും, അവൈലബിലിറ്റി ഉണ്ടാവുമല്ലോ. അപ്പം ഞാനും ഡോപ്പിയും കൂടെ ട്രെയിനിനാണ് സ്റ്റേഷനിലേക്ക് എഴുപുന്നേന്ന് കയറി ചെന്നത്. ഇതാണ് നമ്മളുടെ ഒരു ട്രാവലർ. ഇവരുടെ ഫാമിലി ഉണ്ട്, 5 പേര്. വിൻസൻ വിനു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹം അതിനകത്ത് നമ്മുടെ ഈ പോയ ട്രിപ്പ് വിശദമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം കേട്ടോ. ഞാൻ ഇതൊക്കെ കൊടുക്കാം, ലിങ്കൊക്കെ കൊടുക്കാം. ഇത് നീയയും അമ്മയും മോളും നമ്മുടെ കൂടെ ഉണ്ട്. മൊത്തം നമ്മൾ 19 പേരാണ് കേട്ടോ ഫസ്റ്റ് ട്രിപ്പിൽ പോയത്. ഇത് ടോമിക്കുട്ടനും ഭാര്യ എൻ്റെ 1ാം ക്ലാസ് പോലുള്ള ഫ്രണ്ടാണ് കേട്ടോ, ഞങ്ങളുടെ ത്രേസ്യ. അവളെ ഞങ്ങൾ MS ഷിജി എന്നൊക്കെ വിളിക്കും. അപ്പോൾ അവരും ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. അങ്ങനെ ഇത് അനുമാം നമ്മുടെ ഹാപ്പിനെസ് വോയേജിൻ്റെ ട്രിപ്പ് തുടങ്ങിയപ്പോൾ മുതൽ അനുമാം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അനുമാം മാത്രമാണ് അങ്ങോട്ട് പോകുമ്പോൾ സ്ലീപ്പർ അല്ലാതെ AC എടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഞങ്ങൾ സ്ലീപ്പറാണ് എടുത്തത്. അപ്പം നമ്മൾ സീറ്റൊക്കെ എല്ലാവർക്കും ടിക്കറ്റൊക്കെ അവിടെ ചെന്ന് കയ്യിൽ കൊടുത്തു. എല്ലാവരെയും അവരവരുടെ സീറ്റിൽ പിടിച്ചങ്ങ് ഇരുത്തി എല്ലാവരെയും സ്വസ്ഥമാക്കി. ഞാനും ഡോപ്പിയും കൂടി എല്ലാവരുടെ അടുത്തും ചെന്ന് എല്ലാവരും ഓക്കെ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്ത് എല്ലാവർക്കും 10:25 വേളാങ്കണ്ണിയിലെ ട്രെയിൻ എടുക്കുന്നല്ലോ. അപ്പം ഞാനും ഡോപ്പിയും പക്ഷേ അങ്കമാലിയിൽ നിന്ന് ഉള്ള 2 പേരുണ്ടായിരുന്നു, ഷേർലി ടീച്ചറും മോളും റിയ. അപ്പം അവരും കൂടി കയറിയിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ട്രിച്ചിയിലെത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചത്. എപ്പോഴും നമ്മൾ കൂടെ കൊണ്ടുപോകുമെങ്കിലും ഈ ട്രിപ്പിൽ ഞങ്ങൾ ഫുഡ് എടുത്തിരുന്നില്ല. ട്രിച്ചിയിൽ കുറച്ച് നേരം നിർത്തിയിടുമല്ലോ. അപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇഡലി വാങ്ങി. ഒരു ബോക്സിൽ 4 എണ്ണം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒറ്റ പാക്കറ്റേ വാങ്ങിയുള്ളൂ കേട്ടോ. അതാണ് ലാഭം. കാരണം നമുക്ക് ആ നേരത്ത് 4 ഇഡലിയൊന്നും ഒരാൾ ഒട്ടും കഴിക്കില്ല. ഇനി അങ്ങനെ കഴിക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് പക്ഷേ അത് പറ്റൂലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ ബോക്സ് വാങ്ങി, 2 ചായയും വാങ്ങി. ചായ എനിക്കിഷ്ടമല്ല കേട്ടോ. അവിടെ ട്രിച്ചിയിൽ സ്റ്റേഷനിൽ ഇറങ്ങി വാങ്ങിയതാണെങ്കിലും ഭയങ്കര മധുരക്കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ വാങ്ങിയെങ്കിലും ഞാൻ കുടിച്ചില്ല. ഞാൻ അവൾക്ക് ഷിജിക്ക് കൊടുത്തു. നമ്മളൊരു 11:30 ആയപ്പോൾ, 11 മണി കഴിഞ്ഞ് 11:30 ആയെന്ന് തോന്നുന്നു, ആ സമയത്താണ് നമ്മൾ നാഗപട്ടണത്ത് എത്തുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ ചെന്നിട്ട് നമ്മൾ കണക്ഷൻ ട്രെയിനുണ്ട്, അതിന് വേണേൽ പോവാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് വേറെ വണ്ടി എടുക്കുകയോ നോക്കി നിൽക്കുകയോ ഒക്കെ വേണം. നമ്മുടെ പാക്കേജ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളതിനകത്ത് നാഗപട്ടണത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള വണ്ടിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ വെറും 2020 സ്റ്റാർട്ട് ചെയ്യണ പാക്കേജായിട്ട് നമ്മൾ കൊടുത്തിരുന്നത്. ഏറ്റവും ചീപ്പ് റേറ്റിലാണ് നമ്മൾ പാക്കേജ് അനൗൺസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി. ഇനി എല്ലാവരും ഇറക്കണമല്ലോ. അതായത് നമ്മളെല്ലാവരും ഒരു കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. ഷേർലി ടീച്ചറും മോളും വേറെ കമ്പാർട്ട്മെൻറ്റിലായിപ്പോയി. കാരണം അവർ കുറച്ച് ലേറ്റായിട്ടാണ് ബുക്ക് ചെയ്തതേ. പിന്നെ അനുമാമാണെങ്കിൽ AC-യിലായിരുന്നു. അപ്പം ഡോപ്പി പോയിട്ട് അനുമാമിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ ബാക്കിയുള്ളവരെല്ലാവരും കൂടി കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങിയപ്പോൾ നമ്മളുടെ വണ്ടി ട്രാവലർ നമ്മൾ ബുക്ക് ചെയ്തത് അവിടെ നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ സമയം പോവില്ല. വണ്ടി അന്വേഷിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ കുറേ ബ്രോക്കേഴ്സൊക്കെ വരും, ഇങ്ങനെ ഈ വണ്ടി വാ, ആ വണ്ടി വാ, ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ വണ്ടി അവിടെ നിന്ന് ഏർപ്പാടാക്കുന്നതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ട്രാവലർ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ട്രാവലർ എന്ന് വെച്ചാൽ ഒരു 17 പേർക്ക് ഇരിക്കാവുന്നതായിരുന്നു. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് നേരെ നമ്മളുടെ റൂമിലേക്ക് പോയി. അപ്പം റൂം നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്താലാണ് നമുക്ക് അവിടെ കിട്ടാൻ. അല്ലെങ്കിൽ പള്ളിയുടെ റൂമൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ അത് റേറ്റ് കുറവാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന സൗകര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവില്ല. വലിയ റൂമാണ്, നീറ്റൊക്കെയാണ്. പക്ഷേ എന്നാലും നമ്മൾ വേറെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് കംഫർട്ടബിളാണ്. നമുക്ക് നേരെ റൂമിൽ ചെന്നു. ഉച്ചയ്ക്ക് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതായിരുന്നു നമ്മുടെ ഉച്ചയൂണ്. നോൺ വെജ് മീലായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പച്ചക്കറികളുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഊണ് കഴിക്കാനായിട്ടുള്ള ആ ഒരു റെഫക്ടറിയിലെ ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റൂം. ഊണ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മൽഗോവൻ മാങ്ങയായിട്ട് ഈ ചേട്ടൻ വന്നിട്ടോ. എല്ലാവരും പുള്ളിയുടെ അടുത്ത് വാങ്ങിച്ചു. 100 രൂപയ്ക്ക് 5 വലിയ മാങ്ങ കിട്ടി കേട്ടോ. അപ്പോൾ എനിക്കും ടോപ്പിക്ക് ഒരെണ്ണം മതിയായിരുന്നല്ലോ. പിന്നെ വാങ്ങാത്ത 1-2 പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരെണ്ണം വാങ്ങി. അപ്പോൾ വിൻസെൻ്റ് ബ്രോൻ്റെ കൂട്ടത്തിൽ വാങ്ങിയതുകൊണ്ട് നമുക്ക് പൈസ കുറച്ച് തന്നിട്ടോ പുള്ളി, ആ ചേട്ടൻ. എന്നിട്ട് അതിനകത്ത് ഈ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കൂട്ടത്തിൽ നമ്മളുടെ എന്ന് വെച്ചാൽ ചിലർ മാങ്ങ വാങ്ങിയില്ല, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടേ. പക്ഷേ നല്ല ടേസ്റ്റാണ്, പച്ചയ്ക്ക് നല്ല ടേസ്റ്റിൽ തിന്നാൻ പറ്റുന്നൊരു മാങ്ങയാണ് ഈ മൽഗോവ മാമ്പഴം കേട്ടോ. അപ്പം പഴുത്ത എന്തായിരിക്കും അല്ലേ, ഞാൻ ഓർക്കുമായിരുന്നു. എൻ്റെ അതിനകത്തേക്ക് ഇട്ടപ്പോൾ അതുകൊണ്ടോ ആ മൂടി എല്ലാം കൂടി അങ്ങ് കമന്ന് പോയി.
ഇഷ്ടം പോലെ മുളക് വീണു. എന്നിട്ട് പിന്നെ ഞാൻ ഇതുമായിട്ട് ചെന്ന് ഇത് ഞാൻ പറഞ്ഞില്ലേ മാങ്ങ വാങ്ങാത്തവർക്കൊക്കെ കൊടുത്തു. മാങ്ങയൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഒരു ബീച്ചിലേക്ക് പോയി. നമ്മൾ ഇതിനു മുമ്പ് വേളാങ്കണ്ണി പോയപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ആ ബീച്ച്. അവിടെ സാധാരണ എല്ലാവരും ചെന്ന് എവിടെയാണ് പോവുക? നോർമൽ വേളാങ്കണ്ണി പള്ളിയുടെ മുമ്പിലുള്ള ബീച്ചിലല്ലേ? അവിടെ എപ്പോഴും തിരക്കായിരിക്കില്ലേ? പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു ഹിഡൻ ജെം. അത് കണ്ടുപിടിച്ചതിൻ്റെ ക്രെഡിറ്റ് നമുക്കാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ചേട്ടൻ പറയായിരുന്നു, നിങ്ങളത് വീഡിയോ ചെയ്തതിന് ശേഷം ഒത്തിരി പേര്, അതായത് ഒരു 10,000 പേരെങ്കിലും 1000 പേരെങ്കിലും ആവശ്യപ്പെട്ടിട്ടേ പുള്ളി അങ്ങോട്ടേക്ക് വിടേണ്ടി വന്നിട്ടുണ്ടെന്ന്. അത്രയും ആ ബീച്ച് ഓരോരുത്തർ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പം നമ്മൾ പറഞ്ഞിട്ട് കുറേ പേര് ആ ബീച്ച് വേറെ പോയി കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളുടെ ടീമിന് എന്തായാലും നമ്മൾ ആ ബീച്ചും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2 ഓട്ടോയാണ് എടുത്തത്. എന്നിട്ട് അവിടെ നമ്മൾ നേരെ ആ ബീച്ചിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ചെന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ലേറ്റായിട്ടാണ് നമ്മൾ പോയെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. കാരണം കുറച്ച് വെയിലുണ്ടാവില്ലല്ലോ. ഇത് ചെന്നപ്പോൾ കുറച്ച് വെയിലുണ്ടായെങ്കിലും കടൽ കണ്ടതോടുകൂടി പിന്നെ എല്ലാവരും കൊച്ചു കുട്ടികളായി മാറി. നമ്മളിത് നേരത്തെ പോകുന്നതെന്ന് വെച്ചാൽ വൈകുന്നേരം പള്ളിയിൽ പോകാമല്ലോ. കുർബാന 5 മണിക്ക് ഉണ്ടെന്ന് പറയണ്ടായിരുന്നു മലയാളം അന്നത്തെ ദിവസം. സാധാരണ ഞായറാഴ്ച അങ്ങനെ ഉണ്ടാവാറില്ല മലയാളം തോന്നുന്നു കേട്ടോ. പക്ഷെ അന്ന് ഉണ്ടല്ലോ. അപ്പോൾ കൂടുന്നവർ കൂടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നത്. അപ്പോൾ ആദ്യം വെയിൽ കണ്ടിട്ട് എല്ലാവരും ഇച്ചിരി മടിച്ച് നിന്നെങ്കിലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടയും തൊപ്പിയൊക്കെ എടുത്തോളണമെന്നും. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനും കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ദൂരെ മാറി നിന്നിരുന്നവരൊക്കെ വേഗം എല്ലാവരും വന്നിട്ടോ. എല്ലാവരും വന്നു. പിന്നെ വെള്ളത്തിൽ കളിയായി. ഇവിടുത്തെ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്നാമത് ആരുമില്ല, നല്ല രസമാണ്. കുറേ ഏരിയ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. പിന്നെ ഈ തിര ഇങ്ങനെ അടിച്ച് വരുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഈ കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന കക്കയത്തിലുകളില്ലേ നല്ല ഭംഗിയുള്ളത്, അത് ഒരുപാട് ഇങ്ങനെ വരും, ഒത്തിരി. പിന്നെ അവിടെ നിന്ന് സൈഡിൽ വന്നിട്ട് ഒരു കനാൽ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടെയും കാണാൻ നല്ല രസമാണ്. അവിടെ കുറച്ച് തണലൊക്കെ ഉണ്ട്. അവിടെ പോയി അവിടെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമെങ്കിൽ നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും അവിടെ വന്നു. കുറച്ച് ഫോട്ടോസും വിൻസെൻ്റ് ബ്രോ അവിടെ നല്ല വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. നല്ല രസമായിട്ട് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുറിയിൽ വന്നിട്ട് എല്ലാവരും ഒന്നും കൂടെ കുളിച്ച് ഫ്രഷ് ആയിട്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങളപ്പോഴേക്കും വിൻസെൻ്റ് ബ്രോയും വന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഈ വീഡിയോ എടുക്കലായിരുന്നു. വിൻസെൻ്റ് ബ്രോൻ്റെ ചാനലിന് വേണ്ടിയിട്ടും നമ്മൾ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടും വീഡിയോസ് എടുത്തു. അപ്പോൾ എല്ലാവരും ഫ്രഷായി 7 മണിയാകുമ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 7 മണിയായപ്പോഴത്തേക്കും ഇവിടെ നിന്ന് റൂമിൽ നിന്ന് എല്ലാവരെയും കൂട്ടി ഇറങ്ങി. അതിൻ്റെ ഇടയിൽ പോയി ഞങ്ങൾ വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇതിനകത്ത് വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. വൈകിട്ട് പോയി ചായ കുടിച്ചു. പിന്നെ നമ്മൾ ഈ പാക്കേജിൽ ട്രെയിനിൽ വെച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ടുള്ള ലഞ്ച്, പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നമ്മൾ ചെന്നെന്ന്, അതായത് ഇന്ന് വൈകുന്നേരം ഈ സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പള്ളിയിൽ പോയിട്ട് അവരവർ തന്നെ അവരവർക്ക് ഇഷ്ടമുള്ള സംഭവം ഡിന്നറായിട്ട് കഴിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അത് നമ്മുടെ ഈ പാക്കേജിലുള്ളതല്ല കേട്ടോ. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. അപ്പം ഞങ്ങൾ എപ്പോൾ ചെന്നാലും മീൻ കഴിക്കാറുണ്ടല്ലോ, മീൻ വറുത്തത് കഴിക്കാറുണ്ടല്ലോ. അപ്പം എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് കഴിക്കണേ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമെന്ന്. കുറച്ച് പേര് വേറെ തിരഞ്ഞെടുത്തു, ബാക്കിയുള്ള കൂടുതൽ പേര് മീൻ കഴിച്ചിട്ടോ. അപ്പം ഞങ്ങളിത് പള്ളിയിലേക്ക് പോവുകയാണ്. കൂട്ടത്തിലുള്ളവർ ഭൂരിഭാഗം പേരും പള്ളിയിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇപ്പോൾ നേർച്ചകളെക്കുറിച്ചാണെങ്കിലും ടൈമിംഗ് ആണെങ്കിലും പള്ളി ഇന്നതാണ്, ഇതാണ് മെയിൻ പള്ളി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് കാണിച്ചു കൊടുക്കണമായിരുന്നു കേട്ടോ. അതെനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. നമുക്കറിയാവുന്ന കാര്യം നമുക്കിങ്ങനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുക, എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ആദ്യമായി പള്ളിയുടെ മുമ്പിൽ കൊണ്ട് അവിടെ നിർത്തി. പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, എന്നാലും നോൻപ് കഴിയാത്തതുകൊണ്ട് തന്നെ അത്ര ഭയങ്കര തിരക്കെന്ന് പറയുന്നത് ഉണ്ടായില്ല. സമാധാനത്തിൽ നമുക്കത് പോയി കണ്ടുവരാൻ പറ്റി. ഇവിടെ നിന്ന് ഞാൻ എല്ലാവർക്കും എന്തൊക്കെയാണ് അവിടെ ഓഫറിങ് ഉള്ളത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഈ പൂക്കളും മാലകളും ഒക്കെ വാങ്ങണ കടയുണ്ടല്ലോ ഫ്രണ്ടിൽ, അവിടേക്കൊക്കെ പോയി ഓരോരുത്തർ അവരവർക്ക് എന്തൊക്കെയാണോ നേർച്ചയുള്ളത് അതൊക്കെ പോയി അവിടെ നിന്ന് വാങ്ങണമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് മാലയും ഈ കടയിൽ നിന്ന്, സ്ഥിരം നമ്മുടെ പള്ളിയുടെ മുന്നിലുള്ള കടയാണ്, അപ്പോൾ അവിടെ പോയിട്ട് മാല, മെഴുകുതിരികൾ, പലർക്കും ഒരുപാട് ആവശ്യങ്ങളും ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ ആയിട്ടല്ലേ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള പള്ളികളിലേക്കാണെങ്കിലും അമ്പലങ്ങളിലേക്കാണെങ്കിലും പോവുക. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളായിരുന്നു. പക്ഷേ ശരിക്കും നമ്മളെ ആ ബീച്ചിൽ പോയി വന്നപ്പോൾ എല്ലാവരും ഒരൊറ്റ ഫാമിലി ആയ ഒരു ബോണ്ട്, അങ്ങനെ ഒരു ഫീലായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എല്ലാവരുടെയും ഒന്നായി എന്നുള്ളതാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാട്ടോ, അങ്ങനെയായി ഒരു ഫാമിലിയായി മാറി. ഇത് റിയ കൂട്ടത്തിൽ നമ്മളെല്ലാവരും കൂടി എവിടെ പോകുമ്പോഴും എല്ലാ ടീമിലും ഒരു നേർച്ചക്കോഴി ഉണ്ടാവുമല്ലോ. മീൻസ് നമ്മളെല്ലാവരും കൂടി കളിയാക്കാനും തലയിൽ കയറാനും ഒക്കെ ഉള്ള അതുപോലത്തെ ഞങ്ങളുടെ നല്ല കുഞ്ഞായിരുന്നു കേട്ടോ, നല്ല മോളായിരുന്നു റിയ. അപ്പോൾ അവൾ എല്ലാവർക്കും അവളോടൊരു അനിയത്തിക്കുട്ടീനോട് അവളുടെ സ്നേഹമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചിട്ട് അവിടെ നമുക്ക് വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ വന്നിട്ട് നമ്മൾ മേടിച്ച മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അതിന് ശേഷമാണ് ഞങ്ങൾ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ ഈ ബീച്ചിലേക്ക് പോയത്. അപ്പം
ഇത് പള്ളിയുടെ മുന്നിലുള്ള ആ കടകളും ബീച്ചുമാണ്. ഇതിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കടപ്പുറത്താണ് ഈ മീനുകളൊക്കെ സൈഡിലൊക്കെ ഉണ്ട്. പക്ഷേ ആ വഴിയരികിൽ നിന്നുള്ള മീൻ നമ്മൾ കഴിക്കാറില്ല. കടപ്പുറത്ത് കുറേ ചേച്ചിമാർ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, പെരട്ടി വെച്ചിട്ടുണ്ടാവും മസാലയൊക്കെ. നമ്മൾ പറയുന്ന മീൻ അവർ വറുത്ത് തരും. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങളൊരു ടേസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ചെല്ലാനത്തുള്ളവരായതുകൊണ്ട് തന്നെ ഫ്രഷ് മീനിൻ്റെ അല്ലാത്ത മീനിൻ്റെയൊക്കെ ടേസ്റ്റ് മനസ്സിലാവാറുണ്ട് നമുക്ക്. അതുകൊണ്ട് ഇതുവരെ തോന്നിയിട്ടില്ല അവിടുത്തെ മീൻ ചീത്തയാണെന്ന്. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ് അവിടുത്തേത്. ഇതുവരെ ഞങ്ങൾക്ക് വയറിന് കംപ്ലൈൻറ്റ് വന്നില്ല. ഞങ്ങളുടെ ധൈര്യത്തിലാണ് ഇവരെല്ലായിരുന്നു കഴിക്കുന്നത് കേട്ടോ. ഇത്രയും പേര് നമ്മുടെ ധൈര്യത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട്, കർത്താവേ ഇനി ഇവർക്ക് പിടിക്കാതെ വരുമോ? പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല. മേടിച്ച പ്ലേറ്റ് എല്ലാം കാലിയാക്കി എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. അപ്പം റിയ കുറേ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അവൾക്ക് എവിടെയൊക്കെ വെച്ച് നോക്കണമെന്നില്ല. തലയിൽ വയ്ക്കുന്നു, കണ്ണി വയ്ക്കുന്നു, അവസാനം കഴുത്തിൽ വയ്ക്കുന്നു. അങ്ങനെയൊക്കെ കുറേ ഗ്ലാസ്സും പിന്നെ ലോക്കറ്റിൽ ഫോട്ടോ വെച്ചിട്ട് കീ ചെയിൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ പോന്നപ്പോൾ കേട്ടോ. ആ 10 മണി ആയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അതായത് ഈ മീൻ കഴിച്ചാൽ വിശപ്പ് കേട്ടില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ദോശ അങ്ങനെയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനും ഷേർലി ടീച്ചറും റിയ മോളും കൂടെ വന്നിട്ട് നമ്മുടെ ആര്യാസിലാണോ ശരവണഭവനിൽ കയറിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അതിനുശേഷം എല്ലാവരും പിരിഞ്ഞു പോയി, ഓരോരുത്തരും വീട്ടിലേക്കൊക്കെ പോയി. പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൻറ്റി ഉണ്ട്, റെജിൻ ആൻറ്റി, ഇതാ ചുരിദാറിട്ട് പുറകിൽ വരുന്ന ആൻറ്റി ഉണ്ടല്ലോ. ആൻറ്റിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ പള്ളിയിൽ മുട്ടിലെഴിഞ്ഞ് മാതാവിൻ്റെ ഒരു പള്ളി വരെ ഇങ്ങനെ കുറച്ചധികം കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അത് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും കൂടെ പോയി കേട്ടോ. ഡോർഫിൻ ബാക്കിയുള്ളവരൊക്കെ മുറിയിലേക്ക് പോയി. ഞാനും റിയയും ടീച്ചറും ആൻറ്റിയുടെ മോളും ഉണ്ട് നാൻസി, ഞങ്ങളും പിന്നെ പേരക്കുട്ടിയുണ്ട് കേട്ടോ അബി, അവനും കൂടെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പള്ളിയിലേക്ക് പോയത്. എന്നിട്ട് ഇത് കണ്ടോ, ഇവിടെ നോക്കിയാൽ നമ്മൾ ആ പള്ളി മാതാകുളം എന്ന് പറഞ്ഞാൽ ആ പള്ളി നമ്മൾ കാണുക പോലും ഇല്ല. ഈ സ്റ്റാർട്ടിങ് പോയിരുന്ന ലൈറ്റ്സ് കാണാം. എന്നിട്ട് അത്രയും ദൂരം മുട്ടിലെഴഞ്ഞ് ആൻറ്റിക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അതിന് ശേഷം വന്ന് കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ 9 മണിക്കത്തെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോകുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാക്കേജിലുള്ളതാണ് കേട്ടോ. ഇഡലി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, അതിൻ്റെ കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇഡലിയൊക്കെയാണ് കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ പള്ളിയിൽ വന്നിട്ട് അത് പള്ളിയിലേക്ക് പോകുന്നത് ഓരോരുത്തർ പല ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്നു. ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. വെച്ചിട്ട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെയിലുണ്ടല്ലോ എന്നല്ല, ഞാൻ കുട എടുക്കാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ വെയിൽ മുഴുവൻ കൊള്ളേണ്ടി വന്നേനെ. അപ്പോൾ കുർബാനയൊക്കെ 9 മണിക്കത്തെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ടായിരുന്നു. ഇനിയും പലർക്കും പലതും വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഓഫറിങ് ചെയ്യാനുള്ളത് ബാലൻസ് ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുർബാന കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി കേട്ടോ. ശരിക്കും നമ്മളിവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വേളാങ്കണ്ണി പോകുമ്പോൾ മസ്റ്റായിട്ടൊരു തൊപ്പിയോ കുടയോ കരുതണം. അത് നിങ്ങൾക്ക് എല്ലാ വിധത്തിലും ഉപകാരമായിരിക്കും. അപ്പോൾ ഇത്ര നാൾ പോയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ വേളാങ്കണ്ണി പള്ളി പോയാൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എനിക്കും ഡോർഫിനും അറിയാം. അത് ഞങ്ങൾക്ക് ഈ ട്രിപ്പിൽ ഉപകാരപ്പെട്ടു. പിന്നെ ഇപ്പോൾ ഇത് വേളാങ്കണ്ണിയിൽ കുറച്ച് നാളായിട്ടുള്ളൊരു സൗകര്യമാണ്. ഇങ്ങനെ ഒരു കാർ നമ്മൾക്ക് അവൈലബിൾ ആണ്. ബഗ്ഗി കാർ നമുക്ക് അവൈലബിൾ ആണ്. അത് ഫ്രീ സർവീസാണ്. ശരിക്കും ഇത് നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളെ അവർ ഫ്രീ ആയിട്ട് അവിടെ എത്തിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആൾക്ക് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇന്ന തുകയൊന്നും ഇല്ല കേട്ടോ, എന്തെങ്കിലും കൊടുത്താൽ മതി എന്നാണ് അവർ പറയുക. 11 മലയാളം 11. ഓക്കെ. ഇങ്ങനൊരു ബഗ്ഗി കാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് പോകുന്നവർക്ക് നേരത്തെ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. എനിക്കൊന്നും ഇതിപ്പോൾ കുറച്ചായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് പോവാൻ നമുക്ക് അവിടം വരെ നടക്കണ്ട. നമ്മളുടെ മലയാളം കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് മാതാകുളം ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഇങ്ങനെ വരുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകുന്നതിന് പകരം ഈ നമുക്ക് പോവാം. പിന്നെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ പള്ളിയുടെ ഒക്കെ കുറച്ചും കൂടെ ഉള്ളോട്ട് മാറി ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, സെയിൻറ്റ് ജോൺ പോൾ ഓൾഡ് ഏജ് ഹോം. അവിടെ ഒരു 45 മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ, ഇൻമേറ്റ്സ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അവിടെ കൊടുക്കാം. അത് അവർക്കൊരു ഉപകാരമായിട്ട് മാറും. ഇവിടെ ഇങ്ങനെ ഒരു റിട്രീറ്റ് സെൻറ്ററും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്കിത് കാണാൻ സാധിച്ചത് നമ്മളുടെ ഈ കാറിൻ്റെ ഡ്രൈവറിന് ഈ കെട്ടിടത്തിൽ നിന്ന് എന്തോ എടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾ ഇതുപോലെ ഉള്ളിൽ കൂടിയൊക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. അതല്ലെങ്കിൽ നമ്മൾ ആരും ഈ ഉൾവഴിയിലൂടെ വരില്ലല്ലോ. അപ്പോൾ ഇത്രയും ഫെസിലിറ്റിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ദിവസവും ഫ്രീ ആയിട്ട് കൊടുക്കും. 3 നേരം കൊടുക്കുവാണ്. ലഞ്ച് മാത്രം ഇവിടെ ഡെയിലി ഫ്രീ ആയിട്ട് കൊടുക്കും. പള്ളിയുടെ ആണ് കേട്ടോ.
ബഗ്ഗിക്കാരിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും കുറച്ച് ദൂരം കൂടെ നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വേറെ ഓട്ടോ പിടിച്ചു. ഓട്ടോയിൽ അവിടെ പിന്നെ ഇത്ര ആളെ കയറ്റുമെന്നൊന്നുമില്ല, അവർ കുത്തി നിറച്ചങ്ങ് കൊണ്ടുപോയിക്കോളും. അപ്പോൾ നമ്മൾ വേറെ ഓട്ടോ പിടിച്ചിട്ട് എല്ലാവരും കൂടെ വീണ്ടും പള്ളിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോയി. എല്ലാവർക്കും പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ശരിക്കും ഞാൻ എൻ്റെ പിള്ളേരെ ശരിക്കും നമുക്ക് മിസ് ചെയ്തു. ഞങ്ങൾ ഫാമിലിയായിട്ട് മാത്രമാണല്ലോ ഇത്രനാൾ പോയേക്കണേ. പാക്കേജിൽ നമ്മൾക്ക് ഇതുപോലെ വേറെ ആളുകളായിട്ട്, ഇതുവരെ വേളാങ്കണ്ണി വരാത്ത ആളുകളായിട്ടൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ചെയ്തു കൊടുക്കുക, കൂടെ നിന്ന് അവർ ഓക്കെ ആണോ, അവർക്ക് എല്ലാം അവർ കംഫർട്ടബിൾ അല്ലേ എന്നിങ്ങനെ അന്വേഷിക്കുക. അതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനും ഡോർഫിനും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെ സ്വന്തം ഒരു അനിയനെയും പോലെ ഞങ്ങളെ കാണുമ്പോൾ അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ ഹാപ്പിനെസ് വോയേജ് ഇനിയും നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് ട്രിപ്പൊക്കെ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇനി മെയ് മാസത്തിൽ നമ്മളൊരു ട്രിപ്പ് ഓൾറെഡി അനൗൺസ് ചെയ്തു, അതിനകത്തേക്ക് ആളുകളായി. അങ്ങനെ ഒരു ഗ്രൂപ്പ് വേറെ പോകുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇനിയുള്ള മാസങ്ങളിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പലരും നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് താല്പര്യം പ്രകടിപ്പിച്ച് വരിക, ഏകദേശം അറ്റപ്പറ്റി ആകുമ്പോൾ. പക്ഷേ വേളാങ്കണ്ണിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ നമ്മൾ കൊല്ലൂർ മൂകാംബിക അങ്ങനെയൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും അറിയാൻ പറ്റും. ഈ വേളാങ്കണ്ണിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. നേരത്തെ ബുക്ക് ചെയ്താലേ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ. ഞങ്ങളിതാ ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ തിരിച്ച് സ്റ്റേഷനിലേക്കും വണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെൻഷനൊന്നുമില്ല. ഈ വണ്ടിയിലിരുന്ന് നമുക്ക് നേരത്തെ ആ സമയമാകുമ്പോഴത്തേക്ക് സ്റ്റേഷനിൽ വന്നിറങ്ങാം. അപ്പോൾ ഇതുപോലെ പാക്കേജ് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചിലവ് കുറച്ചിട്ടാണ് പാക്കേജ് തരിക. ഒട്ടും ഒരു വലിയൊരു റേറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ബസ്സിൽ പോകുന്ന അത്രയും പൈസ പോലും ആവില്ല. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നമുക്ക് പോരാം. വേറെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കൊന്നും ട്രെയിനിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ശരിക്കും ഒറ്റ ഫാമിലിയായി മാറി. എല്ലാവരും ഭയങ്കര ഒത്തിരി അടുപ്പമുള്ളവരായി മാറി എന്നുള്ളതാണ് 2 ദിവസം കൊണ്ട്. പരസ്പരം പിന്നെ കാണാം, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഓരോരുത്തരും അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോകുന്നത് കേട്ടോ. 5 മണിക്കാണ് ട്രെയിൻ. അപ്പം തിരികെ അവരെല്ലാവരെയും ഓരോരുത്തരുടെയും കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറ്റുക, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണല്ലോ. അപ്പം അത് ഞങ്ങൾക്ക് ശരിക്കും ആദ്യ അവസാനം വരെ ചെയ്യാൻ പറ്റി. എല്ലാവരെയും കൊണ്ടുവന്നിട്ട് ഇനി AC കമ്പാർട്ട്മെൻറ്റ് തിരിച്ചു പോരാനായിട്ട് AC എടുത്തവരുണ്ടായിരുന്നു. കാരണം തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടി ചൂടുണ്ടാവും ട്രെയിനിലേ. അപ്പം മറ്റേത് രാത്രി പോകുന്ന ട്രെയിനാകുമ്പോൾ അത്രയും ഉണ്ടാവില്ലല്ലോ. ഇത് ഈവനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇതുള്ളതുകൊണ്ട്, ചൂടുള്ളതുകൊണ്ട് കുറച്ച് പേർക്ക് AC എടുത്തിരുന്നു. അങ്ങനെ എല്ലാവരെയും ഞങ്ങൾ വീണ്ടും സെറ്റിലാക്കി. പല പ്രാവശ്യം ഞാനും ഡോപ്പിയും ഓരോരുത്തരുടെയും സീറ്റിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചു. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഉറപ്പുവരുത്തി. ശരിക്കും ഞങ്ങൾക്കും കുറേ പേരെ കിട്ടി, കുറേ നാളായിട്ട് കാണാതിരുന്നവരെ. ഇപ്പം ഞാൻ ആൻറ്റീനെയൊക്കെ ടോമിക്കുട്ടിൻ്റെയൊക്കെ ആൻറ്റീനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണായിരുന്നു. എനിക്ക് ആൻറ്റീനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കമ്പനിയായി എന്നുള്ളതാണ് ആൻറ്റീനോട്. അപ്പം എല്ലാവരോടും ഭയങ്കര ഒരു അടുപ്പം അങ്ങനെയൊക്കെ തോന്നി ഉണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. രാവിലെ ആയപ്പോൾ നമ്മൾ 6:30 ഉള്ളിൽ നമ്മൾ സ്റ്റേഷനിലെത്തി. ഓരോരുത്തരെയും അവരവരുടെ സ്ഥലത്തേക്ക് നമ്മൾ വിട്ടു. അതിന് ശേഷമാണല്ലോ ഞാനും ഡോപ്പിയും പോരുക. ഇവർ കോഴിക്കോട് നിന്ന് വന്നാണല്ലോ വിൻസെൻ്റ് ബ്രോയൊക്കെ. അവർക്ക് ഇനിയും ട്രാവൽ ചെയ്യണം ഇന്ന് പകലും കൂടെ. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഒരു റൂം എടുത്തിട്ട് അവിടേക്ക് പോവാണ്. അവരെ ഈ ഒരു എസ്കലേറ്ററിൻ്റെ മുകളിൽ വരെ അവരുടെ ഒപ്പം ഞങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ഡോപ്പിയും ഇതെല്ലാം ഒത്തിരി സന്തോഷത്തോടെ നന്നായി കഴിഞ്ഞുള്ള സമാധാനത്തിൽ തിരിച്ചു വരികയാണ്. അടുത്ത ട്രിപ്പിൽ വരുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ.